അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നാളെ നമ്മുടെ പരീക്ഷ ലിസാനുൽ ഖുർആൻ ആണ്. ലിസാനുൽ ഖുർആൻ ഒന്ന് ശ്രദ്ധയോടെ പഠിക്കേണ്ട ഒരു കിതാബാണ്. കാരണം മറ്റുള്ള വിഷയങ്ങളെല്ലാം അറബി മലയാളത്തിലും ലിസാനുൽ ഖുർആൻ അറബിയിലുമാണല്ലോ. അപ്പോൾ മറ്റേതിനേക്കാൾ ഒന്നും കൂടെ ശ്രദ്ധ കൊടുത്ത് പഠിക്കേണ്ട ഒരു കിതാബാണ് എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ നമ്മൾ ലിസാനുൽ ഖുർആനിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തത് നൂസുലു ബിൽ മുനാസിബി. ഇവിടെ ഉത്തരങ്ങളുണ്ട്, ഇത് ശരിയായ ഭാഗത്തേക്ക് എടുത്ത് എഴുതുകയാണ് വേണ്ടത്. ഒന്നാമത്തത് ലഇബ, യുനള്ളിഫാനി, ബിദ്ലതൻ, കതബ, യഅമലൂന, യദ്ഹബൂന. ഇപ്പോൾ നമ്മൾ ലിസാനുൽ ഖുർആനിൽ മാദിയെ കുറിച്ചും മുളാരിനെ കുറിച്ചും ഒരാൾ ചെയ്താൽ എങ്ങനെ, രണ്ടാൾ ചെയ്താൽ എങ്ങനെ, കുറെ ആളുകൾ ചെയ്താൽ എങ്ങനെ എന്നൊക്കെയാണ് നമ്മൾ ഈ പാദവാർഷിക പരീക്ഷയ്ക്ക് വേണ്ട പാഠഭാഗങ്ങളിൽ പഠിക്കുന്നത്. ഒന്നാമത്തത് അൽ ഒമ്മാലു. ഒമ്മാൽ എന്ന് പറഞ്ഞാൽ എംപ്ലോയേഴ്സ്, ജോലിക്കാർ. ഡാഷ് ഫിൽ മസറ. മസറ എന്ന് പറഞ്ഞാൽ കൃഷിയിടം. ഇവിടെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, അറബി പദങ്ങളുടെ അർത്ഥം കൃത്യമായി മനസ്സിലാക്കണം. അപ്പൊ അൽ ഒമ്മാലു എന്ന് പറഞ്ഞാൽ ജോലിക്കാർ, ഡാഷ് ഫിൽ മസറ കൃഷിയിടത്തിൽ. അപ്പൊ എന്താണ് അവർ? യഅമലൂന. അൽ ഉമ്മാലു എന്ന് പറയുമ്പോൾ കുറെ ആളുകളുണ്ട്, അപ്പൊ യഅമലൂന. അപ്പൊ അൽ ഉമ്മാലു യഅമലൂന ഫിൽ മസ്റ, പണിക്കാർ കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നു. ഇനി അടുത്തത് അൽ മുസ്ലിമൂന. ഇതും കുറെ ഉണ്ട്. മുസ്ലിമൂന കുറെ ആളുകളുണ്ട്, മുസ്ലിമീങ്ങൾ. യദ്ഹബൂന രണ്ടാമത്തത്, യദ്ഹബൂന ഇലൽ മസ്ജിദി. ഇനി അടുത്തത് ഹാമിദുൻ. ഹാമിദുൻ ഒരാളല്ലേ ഉള്ളൂ, അപ്പോ ഒരാളെ സൂചിപ്പിക്കുന്ന ഫീൽ ഇതിൽ ഏതാണ്? അത് കതബ. കണ്ടോ? ഹാമിദുൻ കതബദ്ദർസ, കതബദ്ദർസ. ഇനി അടുത്തത് അത്താലിബാനി. രണ്ടാളുകളുണ്ട്, രണ്ടാളുകളെ സൂചിപ്പിക്കുന്ന ഫീൽ ഏതാ? അത്താലിബാനി രണ്ട് വിദ്യാർത്ഥികൾ. ഡാഷ് ബിദ്ദുവാമ, ലഇബ, ലഇബ. അപ്പൊ അത്താലിബാനി ലഇബ, രണ്ടാളുകളും കളിക്കുന്നു ബിദ്ദുവാമ, ദുവാമ കൊണ്ട്. ഇനി അടുത്തത് ജുനൈദുൻ വ നബീലുൻ. ജുനൈദും നബീലും കണ്ടോ രണ്ടാളുകളുണ്ട്. അപ്പൊ യുനള്ളിഫാനി, യുനള്ളിഫാനി രണ്ടുപേരും വൃത്തിയാക്കുന്നു. എന്ത്? അൽ അസ്നാന പല്ലുകളെ. ജുനൈദുൻ വ നബീലുൻ യുനള്ളിഫാനി അൽ അസ്നാന, യുനള്ളിഫാനി അൽ അസ്നാന. ഇനി അടുത്തത് യൽബസു നൗഫലുൻ. ഇനി ബാക്കിയുള്ളത് ഏതാണ്? ബിദ്ലതൻ എന്നുള്ളതാണ്. യൽബസു നൗഫലുൻ, നൗഫൽ ധരിക്കുന്നു. എന്ത്? ബിദ്ലതൻ റസ്മിയ, ബിദ്ലതൻ റസ്മിയ. ഈ രൂപത്തിലാണ് ഇതിന് ആൻസർ ചെയ്യേണ്ടത്. ഇനി അടുത്തത് നുകമ്മിലുൽ ജദ്വല. ഈ പട്ടിക പൂർത്തിയാക്കാനാണ്. ഇവിടെ ഹെഡിങ് വന്നിട്ടുണ്ട് മുഫ്രദ്, മുസന്ന, ജംഅ എന്ന് വെച്ചാൽ 1, 2, 3. മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഒരാൾ ചെയ്തത്, മുസന്ന എന്ന് പറയുമ്പോൾ രണ്ടാളുകൾ, ജംഅ എന്ന് പറയുമ്പോൾ രണ്ടിൽ കൂടുതൽ ആളുകൾ. അപ്പൊ ആ രൂപത്തിൽ ഇതിനെ നമ്മൾ മാറ്റണം. ഹറജ, ഹറജ എന്ന് പറഞ്ഞാൽ എന്താ? അവനൊരു പുരുഷൻ പുറപ്പെട്ടു എന്നല്ലേ. അപ്പൊ അതിന്റെ മുസന്ന എന്താ? രണ്ടാളുകൾ പുറപ്പെട്ടു എന്നാണ്. അപ്പൊ നമ്മൾ ഹറജ സർഫാക്ക, ഹറജ, ഹറജ, ഹറജു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഹറജ, ഹറജ. ഇനി ഇവിടെ ഹറജു എന്ന് എഴുതി കൊടുക്കണം. അതുപോലെ രണ്ടാമത്തതും സല്ലമ, സല്ലമ, സല്ലമു, കാന, കാന, കാനു. ഇതെല്ലാം മാദിയായ ഫീലുകളാണ്. ഇനി അതിന്റെ മുളാരി യഖ്റുജു, യഖ്റുജാനി, യഖ്റുജൂന. ഇവിടെ യുസല്ലിമൂന എന്നുണ്ട്. അപ്പോ അതിന്റെ ഫസ്റ്റ് ഫോം എന്താ? യുസല്ലിമു, യുസല്ലിമാനി, യുസല്ലിമൂന. ഇവിടെ യകൂനൂന എന്നുണ്ട്. അതിന്റെ ഫസ്റ്റ് ഫോം എന്താ? യകൂനു, യകൂനാനി, യകൂനൂന. അപ്പൊ വിദ്യാർത്ഥികൾ ഈ ഫീലുകൾ സർഫാക്കി പഠിക്കണം, അപ്പോഴേ നമുക്ക് ഇത് എഴുതാൻ പറ്റുകയുള്ളൂ. ഇനി അടുത്തത് നുറത്തിബ്, ഓർഡർ ആക്കാനാണ്. ഇത് ഡിസോർഡർ ആയിട്ടാണുള്ളത്, നമ്മൾ ശരിയാക്കണം. അബി ഇല സൂഖി യദ്ഹബു, ഈ രൂപത്തിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം അറബിയിൽ ഒരു സെന്റൻസ് ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് എന്ത് വേണം? ഫിഅല് വേണം, പിന്നെ എന്ത് വേണം? ഫായില് വേണം, പിന്നെ എന്ത് വേണം? മഫ്ഊല് വേണം, പിന്നെ മഫൂൽ വേണം. നമ്മൾ ഇംഗ്ലീഷിൽ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് എന്ന് പറയും പോലെ അല്ലെ. ഇവിടെ ഏതാ വേണ്ടത്? അറബിയിൽ ഫസ്റ്റ് വെർബാണ് വേണ്ടത്, പിന്നെയാണ് ഏത് വേണ്ടത്? സബ്ജക്റ്റ് വേണ്ടത്, പിന്നെയാണ് ഒബ്ജക്റ്റ് വേണ്ടത്. അപ്പൊ ഇവിടെ വെർബ് ഏതാണ്? ഇവിടെ ഏതാണ്? ഫിഅൽ ഏതാണ്? യദ്ഹബു എന്നുള്ളതാണ്. അപ്പൊ യദ്ഹബു ആണ് നമ്മൾ ഫസ്റ്റ് ഇങ്ങോട്ട് എഴുതേണ്ടത്. യദ്ഹബു. പിന്നെ ആരാ പോകുന്നത്? യദ്ഹബു എന്ന് പറഞ്ഞാൽ പോകുന്നു. ആരാ പോകുന്നത്? അബി. അതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്, ഫായില്. അപ്പൊ രണ്ടാമത്തത്, അപ്പൊ യദ്ഹബു അബി. പിന്നെ എവിടേക്കാണ്? അതാണ് ഏത്? ഒബ്ജക്റ്റ്, മഫ്ഊല്. അപ്പൊ യദ്ഹബു അബി ഇല സൂഖ്. ഈ രൂപത്തിലാണ് നമ്മൾ അതിന് ആൻസർ ചെയ്യേണ്ടത്. ഇനി അടുത്തത് ഒന്നും കൂടെ ഉണ്ട്. അലൽ ഔലാദി യുസല്ലിമു അൽ ഉസ്താദു. അപ്പൊ ഇവിടെയും
ഏതാണ് ഫസ്റ്റ് ഫീല്? അലൽ ഔലാദി എന്ന് പറഞ്ഞ കുട്ടികളുടെ മേൽ. യുസല്ലിമു സലാം പറയുന്നു, ഉസ്താദ്. അപ്പോ ഫസ്റ്റ് ഏതാ വേണ്ടത്? ഫസ്റ്റ് ഫീലാ വേണ്ടത്. യുസല്ലിമു, ആരാ സലാം പറയുന്നത്? ഉസ്താദാണ്. അപ്പൊ യുസല്ലിമു അൽ ഉസ്താദു ആർക്ക്? അലൽ ഔലാദി, കുട്ടികൾക്ക്. ഈ രൂപത്തിലാണ് ഇതിനെ ശരിയാക്കേണ്ടത്. ഇനി അടുത്തത് സുമ്മ സുബ്ഹുഹ അഫ്ളലുൽ ജമാഅത്തി അൽ ജുമുഅ. ഏറ്റവും ശ്രേഷ്ഠമായ ജമാഅത്ത് ജുമുഅയാണ്, പിന്നെ അതിന്റെ സുബ്ഹാണ്, അങ്ങനെയാണ് കിട്ടേണ്ടത്. അപ്പോ അഫ്ളലുൽ ജമാഅത്തി അൽ ജുമുഅ സുമ്മ സുബ്ഹുഹ, ഈ രൂപത്തിലാണ് എഴുതേണ്ടത്. ഇനി അടുത്തത് മുസന്നി ഹാദിഹിൽ അഫ്ആല, താഴെയുള്ള ഈ ഫീലുകളുടെ മുസന്ന എഴുതാനാണ്. യജ്ലിസു, യജ്ലിസു എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മുളാരിയായ ഫീലാണ്. അവൻ ഒരു പുരുഷൻ ഇരിക്കുന്നു. അപ്പൊ അവർ രണ്ടാളുകൾ ഇരിക്കുന്നു, അതിനാണ് മുസന്ന എന്ന് പറയാം. രണ്ടാളുകൾ ചെയ്തതിനെ സൂചിപ്പിക്കാൻ. അപ്പൊ യജ്ലിസു സർഫാക്കിയാൽ മതി. യജ്ലിസു യജ്ലിസാനി, യജ്ലിസു യജ്ലിസാനി എന്നിവിടെ എഴുതി കൊടുക്കണം. യജ്ലിസു യജ്ലിസാനി. അതുപോലെ ഇതേതാ അടുത്തത്? യദ്ഹബു, അതുപോലെ തന്നെ യദ്ഹബു യദ്ഹബാനി, രണ്ടാളുകൾ പോകുന്നു. ഇനി അടുത്തത് കതബ. കതബ എന്നുള്ളത് മാവിയായ ഫീലാണ്. എഴുതി, അവരൊരു പുരുഷൻ എഴുതി. അപ്പൊ രണ്ടാളുകൾ എഴുതി എന്ന് വേണം. കതബ 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 കതബ. ഇനി അടുത്തത് ഖാല ഖാല, ഗസല ഗസല, യഗ്സിലു യഗ്സിലാനി. ഈ രൂപത്തിൽ ഇതിന്റെ മുസന്ന എഴുതാനാണ് വേണ്ടത്. ഇനി അടുത്തത് നുതർജിം. യഖിള ജുനൈദുൻ മിനൻ നൗമി മുബക്കിറൻ ഖബ്ലൽ ഫജ്ർ. നുതർജിം എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേറ്റ് ചെയ്യുക, മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. യഖിള ജുനൈദുൻ, ജുനൈദ് ഉണർന്നു, മിനൻ നൗമി ഉറക്കിൽ നിന്ന്, മുബക്കിറൻ അതിരാവിലെ തന്നെ, ഖബ്ലൽ ഫജ്രി ഫജ്റിന് മുമ്പ്. അപ്പോ ജുനൈദ് വളരെ നേരത്തെ തന്നെ ഫജ്റിന് മുമ്പ് ഉറക്കിൽ നിന്ന് ഉണർന്നു. ഇതാണ് അതിന്റെ ട്രാൻസ്ലേഷൻ. ഇനി അടുത്തത് നുതമ്മിം, പൂർത്തിയാക്കാനാണ്. അയ്യുഹൽ മബ്ഊസു ഫീന, നമ്മൾ തലാൽ ബദർ എന്നുള്ള ബൈത്ത് പഠിച്ചല്ലോ. അയ്യുഹൽ മബ്ഊസു ഫീന ജിഅത ബിൽ അംറിൽ മുതാ ജിഅത ശറഫ്തൽ മദീന മർഹബൻ യാ ഖൈറദാ. ഇതാണ് ലിസാനുൽ ഖുർആനിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. വിദ്യാർത്ഥികൾക്ക് സംശയമുള്ള ഭാഗങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാവുന്നതാണ്. അല്ലാഹു നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഒക്കെ നൽകി പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.